ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളൊക്കെ ഡിപ്ലോമ ഫൈനൽ എക്സാം കഴിഞ്ഞിട്ട് ഇനി എന്തെന്ന് ആലോചിച്ചിരിക്കുന്നവരായിരിക്കും അല്ലേ? കുറേ ആളുകൾ ജോലിക്ക് പോയി കുടുംബത്തെ നോക്കാമെന്ന് കരുതുന്നവരുണ്ടാവും, അതല്ലെങ്കിൽ പെട്ടെന്ന് ജോലിക്ക് കയറി കുറേ എക്സ്പീരിയൻസ് നേടിയെടുക്കാമെന്ന് കരുതുന്നവരുണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ സ്വപ്നം കാണുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ബിടെക് എടുത്ത് ഇനി അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എംടെക് എടുത്ത് അതും കഴിഞ്ഞ് വേണമെങ്കിൽ PhD എടുത്തിട്ട് ഞാൻ ഈ പഠിച്ച സബ്ജക്റ്റിൽ ഒന്നും കൂടെ കൂടുതൽ നോളേജ് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ കൂടുതൽ ഡിഗ്രികൾ നേടിയെടുക്കാം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പിന്നെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള തീരുമാനങ്ങളാണ്, നിങ്ങൾ ജോലിക്ക് പോകണോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ പോകണോ എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മൾ ഈ ഒരു കാലം നിങ്ങൾക്കറിയാം, ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ടെക്നോളജിയാണ്. AI ആയാലും ഡാറ്റ അനാലിസിസ് ആയാലും കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു ലോകം തന്നെ ഇനി ടെക്നോളജിയുടെ കയ്യിലോട്ട് നമ്മളങ്ങ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ബിടെക് അതല്ലെങ്കിൽ നമ്മളൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞു, പക്ഷെ എന്നാലും നമ്മൾ കയ്യിലൊരു ഡിഗ്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതേതാണ്? നമ്മുടെ ബിടെക് ഡിഗ്രിയാണ്. നമ്മൾ പഠിച്ച ഈ ഒരു ടോപ്പിക്കിലെ ഈ ഒരു സ്ട്രീമിലെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏതാണ്? ബിടെക് ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഒരു ജോലിയിൽ കയറി എക്സ്പീരിയൻസ് ഉണ്ടായി, അപ്പോൾ നിങ്ങൾ എഴുതും നിങ്ങളെ കൂടെ ബിടെക് എടുക്കുന്ന ആൾ വീണ്ടും ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജോലിക്ക് കയറുന്നത്. അപ്പോൾ അതിന് എനിക്കൊരു 3-4 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാം. ദാറ്റ്സ് ഓക്കെ, അതൊന്നും പ്രശ്നമൊന്നുമില്ല, നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളൊരു ജോലിയിൽ കയറി ഒരു ഇത്ര വർഷങ്ങൾ, ഒരു 10-12 വർഷങ്ങളിൽ ആയാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ എത്രയൊക്കെ നമ്മുടെ കഴിവുകൾ ഉണ്ടെങ്കിലും, കഴിവുകൾ ഞാൻ കുറച്ച് കാണുന്നതൊന്നുമല്ല, എന്നാലും നമ്മുടെ കയ്യിലൊരു ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങളൊരു ബിടെക് എന്ന് പറയുമ്പോൾ ആ കിട്ടുന്ന പ്രൊമോഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഹയർ ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും നമുക്ക് ഡിപ്ലോമ മാത്രമേ ആകുമ്പോൾ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഡിപ്ലോമ ഫൈനൽ ഇയർ കഴിഞ്ഞവർക്ക് 2-3 വർഷം വർക്ക് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ ബിടെക്കിന് പോവുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്തായാലും ഞാൻ പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബിടെക് എടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അതെന്തായാലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഈ പഠിച്ച ഫീൽഡിൽ തന്നെയാണ് നിങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബിടെക് നല്ലതാണെന്ന് ഞാൻ പറയും. അതെന്തായാലും വേണമെന്നേ നമ്മൾ പറയും. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ബിടെക് എടുക്കണോ, ഡിപ്ലോമ കഴിഞ്ഞിട്ട് ബിടെക് എടുക്കണോ, അതല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോവുകയാണോ? ഇനിയിപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയൊക്കെ എനിക്ക് ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പ്രൈവറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യാം, ഞാൻ എങ്ങനെ മീൻസ് ആ ഒരു നമുക്കൊരു കിക്ക് സ്റ്റാർട്ട് വേണം അല്ലേ? അല്ലാതെ ഇപ്പം നമ്മൾ ജസ്റ്റ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഇങ്ങനെ വീടിൻ്റെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ റൂമിൽ ഇങ്ങനെ കിടന്നിട്ട് ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല. അതിലോട്ട് നമുക്കങ്ങ് ചാടണമെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ജോബ് ആയിക്കോട്ടെ, ഗവൺമെൻറ് ജോബ് ആയിക്കോട്ടെ, ഹയർ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അതിലോട്ട് നമുക്കങ്ങ് കയറണമെന്നുണ്ടെങ്കിൽ അത് ഏത് വാതിൽ മുട്ടണമെന്ന് നമുക്ക് ആദ്യം അറിയണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ നല്ല ഒരു വെബിനാർ ആഫ്റ്റർ ഡിപ്ലോമ എന്ന് പറയുന്നത്, ആഫ്റ്റർ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ലൈവ് വെബിനാർ, അത് ഞാൻ മാത്രം പറയല്ല, നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ അതിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ അതൊരു ലൈവ് വെബിനാർ നമ്മൾ ഈ ഒരു ഏപ്രിൽ 11 സൈലം ടെക്നിക്കലിൻ്റെ യൂട്യൂബ് ചാനൽ വഴി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈവനിങ് 7 o'clock ആണ്. അപ്പോൾ രാവിലെ വേറെ പരിപാടികളുള്ളവർക്കൊക്കെ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്കൊന്നൊരു 1/2 മണിക്കൂർ ഒന്ന് അതിലോട്ട് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു താഴെ നമ്മൾ അത് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാം, QR കോഡ് ഇതിൻ്റെ കൂടെ കൊടുക്കാം. അതിൽ നിങ്ങളൊന്ന് കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഹയർ എഡ്യൂക്കേഷന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിങ്ങൾക്കറിയാം, ബിടെക് അഡ്മിഷന് നമ്മുടെ കേരളത്തിലെ ടോപ്പ് മോസ്റ്റ് ഗവൺമെൻറ് കോളേജുകളും അതുപോലെ എയ്ഡഡ് കോളേജുകളിലൊക്കെ നമുക്ക് സീറ്റ്, ഇത് പറയുന്ന ഡിപ്ലോമ കഴിഞ്ഞിട്ട് ബിടെക്കിനുള്ള സീറ്റ് കിട്ടാനുള്ള കോമ്പറ്റേറ്റീവ് എക്സാമാണ് നിങ്ങൾക്കറിയാം, ലെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെറ്റ് 2025 ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസുകൾ സൈലം ടെക്നിക്കൽ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ന് കേരളത്തിലെ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും ടോപ്പ് 1 റാങ്കാണ് സൈലത്തിന്. അത് ഏത്, ഇപ്പോൾ നമ്മൾ നീറ്റ് ആയാലും കീം ആയാലും അതല്ല ഏത് എക്സാം എടുത്താലും നിങ്ങൾക്കറിയാം, PSC എക്സാംസുകളൊക്കെ ആയാലും. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ലെറ്റും നിങ്ങൾക്കറിയാം, എന്തായാലും നമ്മൾ ക്വാളിറ്റിയിലും അതിലൊന്നും ഒരു രീതിയിലുള്ള കോംപ്രമൈസും ഉണ്ടാവില്ല. അപ്പോൾ ഓൺലൈൻ ഓഫ്ലൈൻ പുതിയ ബാച്ചുകൾ, നമ്മൾ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് വെച്ചിട്ടുള്ള പുതിയ ബാച്ചുകൾ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തരുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇനി ലെറ്റ് എക്സാമിനെ കുറിച്ചും ഇതുപോലെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏപ്രിൽ 21 ലെറ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, പങ്കെടുക്കാം. എക്സാമിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് നേടിയെടുക്കാം. എത്ര മാർക്ക് വേണം, എത്ര റാങ്ക് വേണം, ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്, ഈ ഒരു ഇപ്പോൾ 3rd ഇയർ ഒക്കെ ആണെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് പഠിച്ചാൽ കിട്ടുമോ, അങ്ങനെ കുറേ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തന്നെ തീരുമാനം എടുത്താൽ മതി. ആരും എന്ത് ചെയ്യേണ്ട, ചാടിക്കയറി തീരുമാനം എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെ വീട്ടുകാരോടോ കൂട്ടുകാരോടോ അല്ലെങ്കിൽ നിങ്ങളെ കരിയർ ആരാണോ ഡിസൈഡ് ചെയ്യുന്നത് അവരോട് ആലോചിച്ചെടുത്ത് തീരുമാനം എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ബിടെക് എംടെക് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ടീച്ചിങ് കരിയറിൽ തന്നെ ഇത്രത്തോളം 10 വർഷത്തിൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് ഡിപ്ലോമ കഴിഞ്ഞ് ബിടെക്
ടെക് എടുക്കുന്നവർക്കാണ് ഇന്ന് ടെക്നിക്ക് നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒരു ജോബ് മാർക്കറ്റ് ആയാലും അത് കേസിലൊക്കെ ഗവൺമെൻറ് എക്സാം ഓപ്പർച്യൂണിറ്റിയിലൊക്കെ ഏറ്റവും കൂടുതൽ എക്സ്പോഷർ, ഏറ്റവും കൂടുതൽ അവസരങ്ങൾ വരുന്നത് ഡിപ്ലോമ കഴിഞ്ഞ് ബിടെക് എടുക്കുന്നവർക്കാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി ഡിപ്ലോമ കഴിഞ്ഞതാണ്, അപ്പോൾ നിങ്ങൾക്കത് നല്ലൊരു സാധ്യതയാണ്. അപ്പോൾ നിങ്ങളുടെ തീരുമാനം എന്തായാലും ജോലിക്ക് പോകുന്നതായാലും അതല്ല നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ്റെ ഏതായാലും എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുക. കാരണം നമ്മൾ ഒരിക്കലും ലേറ്റായി നിൽക്കരുത്. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡുകളും ഇന്നത്തെ ഈ ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുക. എന്ത് തീരുമാനം നിങ്ങൾ എടുത്താലും അതിന് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.